ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ക്രിസ്മസ് എക്സാം 2024 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡിസംബർ 5 ലോക മണ്ണ് ദിനം. മണ്ണ് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. എങ്ങനെയാണ് പ്രസംഗം എഴുതേണ്ടത്? വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ്. നട്ടും നനച്ചും ആരോഗ്യമുള്ള വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ പൈതൃകങ്ങളിൽപ്പെട്ടതാണ് മണ്ണ്. ഡോക്ടർ വില്യം ബീബ് കണ്ടെത്തിയ പോലെ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നവയാണ്. നമ്മൾ മനുഷ്യർക്കും ഇവ ഉപകാരപ്രദമാണ്. മണ്ണിൽ നിന്നും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട്. പണ്ടുകാലങ്ങളിൽ മണ്ണുമായി ഒരുപാട് കളിച്ചിരുന്ന കുട്ടിക്കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മൊബൈൽ ഫോണുകളിൽ ഒതുങ്ങിപ്പോകുന്ന ബാല്യകാലമായി മാറുന്നു. മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നാണ്. മണ്ണിൻ്റെ പരിപാലനവും സംരക്ഷണവും നമ്മൾ ഉറപ്പാക്കണം. അതിനുവേണ്ടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പരമാവധി വെള്ളം ഭൂമിയിൽ താഴാൻ അനുവദിക്കുക, ജൈവ കൃഷികൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കടമയാണ്. മണ്ണിനെ സംരക്ഷിക്കുന്നത് ഒരു തലമുറയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങളൊരു പ്രസംഗം തയ്യാറാക്കേണ്ടത്. ചിലപ്പം ഈ ഒരു വിഷയം തന്നെയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയങ്ങളിൽ പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ആദ്യം നമ്മൾ ഏത് വേദിയാണോ അഭിസംബോധന ചെയ്യുന്നത് അവരെ പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അവസാനം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നന്ദി, നമസ്കാരമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത് 2ാമത്തെ ചോദ്യം, തായാട്ട് കുഞ്ഞനന്ദൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനകളൊക്കെ തന്നിട്ട് അതിൻ്റെ ജീവചരിത്ര കുറിപ്പ് എഴുതാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക. തായാട്ട് കുഞ്ഞനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 1927 ഫെബ്രുവരി 17 കണ്ണൂരിലെ പാനൂരിലാണ് ഇദ്ദേഹം ജനിച്ചത്. എഴുത്തുകാരൻ, നാടക നടൻ, നാടകകൃത്ത് എന്നിങ്ങനെയുള്ള നിലകളിൽ ഒക്കെ പ്രശസ്തനാണ്. കൂടാതെ അധ്യാപകനായിരുന്നു. മികച്ച അധ്യാപകനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കഥയുറങ്ങുന്ന വഴിയിലൂടെ എന്ന യാത്രാവിവരണത്തിലെ കുറച്ചു ഭാഗമാണ് നമ്മുടെ പാഠഭാഗമായ ഉയരങ്ങളിലേക്ക് ഒരു യാത്ര. തെക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഈ പുസ്തകത്തിലൂടെ നമുക്ക് മുന്നിൽ അനാവൃത്തം ആകുന്നുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, സംഗീത നാടക അക്കാദമി പുരസ്കാരം, കൈരളി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾക്ക് പുറമെ മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന ദേശീയ അവാർഡ് ലഭിച്ച ഇദ്ദേഹം 2011 ഡിസംബർ 5 85-ാം വയസ്സിൽ അന്തരിച്ചു. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്, അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, മരിച്ചത് എവിടെയാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, എന്തെങ്കിലും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അടുത്ത 3ാമത്തേത്, താൻ കണ്ടെത്തിയ മണ്ണിലെ മായാലോകത്തെക്കുറിച്ച് ഡോക്ടർ വില്യം ബീബ് തൻ്റെ സുഹൃത്തിന് എഴുതുന്ന ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം കത്താണ്. നമ്മൾ പ്രസംഗം നോക്കി, ജീവചരിത്ര കുറിപ്പ് നോക്കി, അടുത്തത് കത്താണ്. കത്ത് എഴുതുമ്പോൾ സ്ഥലം ഉണ്ടായിരിക്കണം, തീയതി ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പക്ഷി നിരീക്ഷണത്തിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. നിനക്ക് കത്തെഴുതിയിട്ട് കുറേ നാളുകളായി. ഇന്ന് വളരെ വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി. പക്ഷി നിരീക്ഷണത്തിനിടയിലാണ് ഞാൻ കാട്ടിലെ മണ്ണ് ശ്രദ്ധിച്ചത്. ഇതിൽ നാം കാണാത്ത രഹസ്യങ്ങൾ കാണുമോ എന്നൊരു സംശയം തോന്നിയപ്പോഴാണ് ഒരു ചാക്ക് മണ്ണ് ശേഖരിച്ചത്. കപ്പലിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു നേരം പോക്ക് ആകുമല്ലോ എന്ന് കരുതി കപ്പലിൽ അത് എത്തിച്ചു. മണ്ണ് കുടഞ്ഞിട്ട് ഞാനും സുഹൃത്തും കൂടി നിരീക്ഷണം തുടങ്ങി. ഇത്ര വിചിത്ര വിപുലമായ ജീവലോകം ഒരു ചാക്ക് മണ്ണിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നത് എനിക്ക് ലഭിച്ച വലിയൊരു അറിവായിരുന്നു. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അറിയാവുന്നതും കണ്ടിട്ടില്ലാത്തതുമായ എണ്ണിയാലൊടുങ്ങാത്ത ജീവികളെയാണ് ഞാൻ അതിൽ കണ്ടത്. ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ, എങ്ങനെ മണ്ണിനും ജീവനുണ്ട് എന്നത് എനിക്ക് ലഭിച്ച പുതിയ അറിവായിരുന്നു. പുതിയ പുതിയ ജീവികളെ കണ്ടെത്തുമ്പോൾ എൻ്റെ ആഹ്ലാദം കണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ടെത്തലുകൾ എല്ലാം ഒരു പുസ്തകമാക്കണം. നിൻ്റെ വിശേഷങ്ങൾ എഴുതുമല്ലോ. സ്നേഹത്തോടെ വില്യം, ബീബാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ കത്ത് എഴുതേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് 4ാമത്തെ ചോദ്യം, സ്കൂൾ ലൈബ്രറിയിൽ നിന്നും SK പൊറ്റക്കാടിൻ്റെ നൈൽ ഡയറി എന്ന പുസ്തകം വായിച്ചു തീർത്തു. ആ അനുഭവം കൂട്ടുകാരനുമായി പങ്കുവെക്കാൻ ഒരു കത്ത് തയ്യാറാക്കുക. ഇതും ഒരു കത്ത് തന്നെയാണ്. ഓക്കെ. കത്ത് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു സ്ഥലം ഉണ്ടായിരിക്കണം, തീയതി ഉണ്ടായിരിക്കണം അല്ലേ. പ്രിയപ്പെട്ട മനു,
നീ സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്നലെ SK പൊറ്റക്കാടിൻ്റെ നൈൽ ഡയറി വായിച്ചു തീർത്തു. ആ അനുഭവം നീയുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഈ പുസ്തകം അവിശ്വസനീയമായ ഒരു യാത്രയായിരുന്നു. പൊറ്റക്കാടിൻ്റെ എഴുത്ത് എന്നെ നൈൽ തീരത്തേക്ക് കൊണ്ടുപോയി. ഇദ്ദേഹത്തോടൊപ്പം എല്ലാ കാഴ്ചകളും ഞാനും കാണുകയായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരം, ചരിത്രം, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരിൽ കാണുന്നത് പോലെയുള്ള അനുഭവം എന്നിൽ ഉണ്ടാക്കി. ഡയറി രൂപത്തിലുള്ള എഴുത്ത് ആ പുസ്തകത്തോട് കൂടുതൽ അടുപ്പം തോന്നിപ്പിച്ചു. ഒരു സുഹൃത്ത് എഴുതിയ കത്ത് വായിക്കുന്നത് പോലെയാണ് അതിലെ ഓരോ വിവരണവും എനിക്ക് അനുഭവപ്പെട്ടത്. നീ ഇത് വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വായിക്കണം. പുസ്തകത്തെക്കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവ്വം, മാളവിക. അപ്പോൾ നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് ഒരു കത്തെഴുതാനോ അല്ലെങ്കിൽ ഡയറി എഴുതാനോ ഒക്കെ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തെ കുറിച്ചിട്ടും എഴുതാൻ വേണ്ടി പറയാം. അപ്പോൾ എന്തായാലും എല്ലാതും എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതുക. അഞ്ചാമത്തേത്, പ്രകൃതി നമ്മുടെ വരദാനമാണ്. പ്രകൃതി പാഠങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഉപന്യാസവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ളതാണ് പ്രകൃതി. പൂക്കളും ചെടികളും കിളികളും മരങ്ങളും മലയും മണ്ണും കാറ്റും നിലാവും എല്ലാം ചേർന്നൊരുങ്ങുന്നതാണ് പ്രകൃതി പാഠങ്ങൾ. പ്രകൃതിയും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒത്തുചേർന്ന് നിൽക്കുമ്പോഴാണ് ഭൂമി മനോഹരമാകുന്നതെന്ന പാഠഭാഗമാണ് പി മധുസൂദനൻ്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലും സോമനാഥ് കാട്ടിലെ മഴ എന്ന കുറിപ്പിലും ഡെയ്സിച്ചെടി എന്ന കഥയിലും ഉള്ളത്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നവും പ്രതീക്ഷകളും പലതരം പൂക്കളെക്കുറിച്ചാണ് കവി പറയുന്നത്. ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ്. മക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു. സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറക്കാൻ പൂക്കൾക്ക് കഴിയും. വേനൽ മഴയുടെ ഭംഗിയെയും അത് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെയും സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കുറിപ്പാണ് കാട്ടിലെ മഴ. വറ്റുവരണ്ട പുഴകൾക്കും ചുട്ടുപൊള്ളുന്ന കുന്നുകൾക്കും വെയിലേറ്റ് കരിഞ്ഞുപോയ കാടുകൾക്കും മുകളിൽ പെയ്തിറങ്ങിയ പുതുമഴ പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്നു. അവയുടെ ശബ്ദങ്ങൾ തിരിച്ചുകിട്ടി വറ്റിവരണ്ട പുഴയ്ക്ക് ജീവൻ വെച്ചു കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളെ പുൽനാമ്പ് നഷ്ടപ്പെട്ടുപോയ കാടിൻ്റെ യൗവനത്തെ, ഭംഗിയെ, ജീവനെ വേനൽമഴ ഇങ്ങനെ തിരികെ കൊണ്ടുവരുന്നു എന്ന് ഈ കുറിപ്പ് നമ്മോട് പറയുന്നു. തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ്. സ്വതന്ത്രമായി പറന്നു നടന്ന വാനമ്പാടിയെ ചിലർ പിടികൂടി തടവിലാക്കുന്നു. കൂട്ടിൽ കിടന്ന് വിലപിക്കുന്ന വാനമ്പാടിയെ ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ നിൽക്കുന്നു. ഒടുവിൽ വാനമ്പാടിയോടൊപ്പം വാടിക്കൊഴിഞ്ഞ് ഇല്ലാതാകുന്നു. പ്രകൃതിയിലുള്ള ഓരോ ജീവിക്കും സ്വാതന്ത്ര്യം എന്നത് എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പ്രകൃതി പാഠങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ ജീവജാലങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ എഴുതാം. അപ്പോൾ ഇത്രയുമാണ് കുറച്ച് പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നാലാമത്തെ യൂണിറ്റാണ് നമ്മുടെ പരീക്ഷയ്ക്കുള്ളത് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. പാഠഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ചോദ്യം ചോദിച്ചിട്ടുള്ളത് മലയാളമാണ്. അപ്പോൾ അത്യാവശ്യത്തിന് നിങ്ങൾ എഴുതണം. അപ്പോൾ എന്താണോ ചോദ്യം അതിനനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് ഉത്തരം എഴുതുക. എല്ലാവർക്കും നല്ല മാർക്കിനെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.